ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും ഫിറോസ് അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോളൂ. അവരുടെ തന്നെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ, നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും സന്തോഷമുണ്ട്. കിച്ചു തന്നെയാണ് അതിന്റെ യഥാർത്ഥ അവകാശി. കിച്ചു എന്നാണ് അവിടെ താമസിക്കാൻ പോകുന്നത് അന്ന് ഞങ്ങൾ അതിന്റെ ആ വീടിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ഞാൻ പേഴ്സണലി ഞാൻ ചെയ്തു കൊടുക്കും. അതിനകത്ത് ഒരു സംശയമില്ല. എല്ലാവർക്കും നമസ്കാരം. രേണുസുധിയുടെ വാലും തൂങ്ങി നടക്കുന്ന കുറെ ഷൊട്ടകൾ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആ ഷൊട്ടകൾ മാക്സിമം ഈ വീഡിയോ കാണണം കേട്ടോ. കാരണം കിച്ചു പറയുന്ന വാക്കുകൾ കേൾക്കണം. അന്ധമായിട്ട് രേണുസുധി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഷണ്ണകളെ നിങ്ങൾ ഈ വീഡിയോ കാണണം. അതുപോലെ അല്ലാത്ത നമ്മുടെ ഓഡിയൻസ്, നമ്മളെ വിശ്വസിക്കുന്ന ഓഡിയൻസും ഈ വീഡിയോ കാണണം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കരുത്. ഇത് പ്രത്യേകിച്ച് കുറെ ആൾക്കാരിലേക്ക് എത്തണം. അതുപോലെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. പ്രത്യേകിച്ച് രേണുവിന്റെ പ്രിയ സുഹൃത്തായ സജിനെ ഉണ്ടല്ലോ, സജിനയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതടക്കം ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട്. പ്രത്യേകിച്ച് കിച്ചു രേണുസുധിയെ നല്ലോണം എക്സ്പോസ് ചെയ്യുന്നുണ്ട്. രേണു റീച്ചിന് വേണ്ടിയിട്ടാണെന്നും രേണു ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത് വെറും ഉളത്തനമാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കിച്ചു ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. നിങ്ങളെല്ലാവരും രേണുസുധിക്ക് വീട് വെച്ച് കൊടുത്ത ഫിറോസിക്കയും വസ്തു കൊടുത്ത ബിഷപ്പിനെ ചീത്ത വിളിക്കാൻ ക്യൂരിയോസിറ്റിയും അല്ലെങ്കിൽ അവരെ ചീത്ത വിളിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി ഇല്ലേ, ആ ശുഷ്കാന്തി നിങ്ങൾ ഈ കിച്ചു പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്ക്. അവര് വീട് വെച്ച് തരെങ്കിലും ചെയ്തില്ലേ? അപ്പൊ ഇതൊന്നും എന്താ രേണുവിന് മനസ്സിലാവാത്തത്? അതാണ് പറയുന്നത്. വിവരവും ബോധവും ഉള്ള അർഹതയുള്ളതിനൊക്കെ പിടിച്ച് വീട് വെച്ച് കൊടുക്കണം. അല്ലാതെ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അത് കിടക്കും, അത് കിടക്കത്തില്ല. അതെവിടെ പോകും? തീട്ട കുഴി തന്നെ പോകും കേട്ടാ. അപ്പൊ സജിനെ പോലുള്ളവരും കേൾക്കുക, ശ്രീധുവിനെ പോലുള്ളവരും കേൾക്കുക, ഈ വീഡിയോ മാക്സിമം കാണുക. അത് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും ഫിറോസ് അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. കേട്ടല്ലോ, ഫിറോസിക്ക ഇടയ്ക്ക് കിച്ചുവിന് മെസ്സേജ് ഇടും. അവരുമായിട്ട് കിച്ചുവിന് ഒരു പ്രശ്നമില്ല, അവർക്ക് കിച്ചുവിന്റെ അടുത്ത് ഒരു പ്രശ്നമില്ല. അവർ നല്ല ടേംസിലാണ്. അപ്പൊ ഇവിടെ ആർക്കാണ് പ്രശ്നം? രേണുസുധിക്കാണ് ഇവിടെ പ്രശ്നം. രേണുസുധിക്കാണ് പ്രശ്നങ്ങൾ കൊണ്ട് നിൽക്കാൻ പറ്റാത്തത്. ഇങ്ങനെ നന്ദിയില്ലാത്ത ഒരു കുടുംബത്തിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അത് രേണുസുധി മാത്രമല്ല, രേണുണ്ട്, രേണുവിന്റെ അച്ഛൻ ഉൾപ്പെടെ അതിൽ പെടും. കാരണം രേണുവിന്റെ അച്ഛൻ ആ വീടിനെ ചുരുണ്ടി ഇളക്കിയിട്ട് ബുൾഡോസർ കൊണ്ട് ഇങ്ങനെ കടന്ന് വിളിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് അങ്ങേര് ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ പെടും. നന്ദിയില്ലാത്തൊരു കുടുംബം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് നല്ലൊരു കാര്യം ആ സംഘടനയും ബിഷപ്പും മറുനാടനും എല്ലാവരും കൂടി ചേർന്ന് ചെയ്തു കൊടുത്തിട്ടും നന്ദി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലും അറിഞ്ഞൂടാതെ ഉള്ള കൂടുതൽ കുറവുകളാണ് ഈ രേണുസുധി അടക്കം കാണിച്ചിട്ടുള്ളത്. ഇന്ന് കിച്ചു പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് 2-3 ദിവസം മുന്നേ കിച്ചു അങ്ങോട്ട് ലൈവ് വന്ന ഒരു വിഷയമാണ്. അപ്പൊ കിച്ചു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതിന് മറുപടി പറ. അന്ധമായിട്ട് രേണുവിന്റെ പിന്നാലെ തൂങ്ങി നടക്കുന്ന കുറെ എന്തായാലും മറ്റേ ചാവാലി പട്ടികൾ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള സാധനങ്ങൾ, ഈ വാക്കുകൾ, കിച്ചു പറയുന്ന ഓരോ വാക്കും നിങ്ങളൊന്ന് കേട്ടിട്ട് ഇതിനുള്ള മറുപടി ആ അന്തങ്ങളൊന്ന് കമന്റ് ചെയ്യും. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. നല്ലൊരു വീട്, വളരെ നല്ലൊരു വീട്. അതെ, വളരെ നല്ലൊരു വീട്. വളരെ സന്തോഷമേ എനിക്കുള്ളൂ അങ്ങനെ ഒരു വീട് തന്നതിൽ. എന്നാൽ ഇവിടെ ആർക്കാണ് സന്തോഷമില്ലായ്മ? അതായത് രേണുസുധി എന്താ സത്യത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്? മറ്റേ ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിപ്പിച്ച് ആ വീട് വെച്ച് തന്ന ആൾക്കാരെ, വസ്തു കൊടുത്ത ആൾക്കാരെ അടക്കം നാറ്റിക്കുന്ന രീതിയിൽ ഒരുമാതിരി മറ്റേ എടുത്ത പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. സത്യം, ഇങ്ങനെ നന്ദി കെട്ട മനുഷ്യന്മാർ ലോകത്ത് പാടില്ല എന്ന് തന്നെ പറയും. ഇതിൽ സജിനടുത്ത് സംസാരിച്ച സമയത്ത് ഞാൻ അങ്ങോട്ട് സജിനടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഏതാണ്ട് 1.25 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ച സമയത്ത് ഞാൻ അങ്ങോട്ട് 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ സജിനയ്ക്ക് ഉത്തരമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ള രീതി തന്നെയാണ്. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: നിങ്ങൾക്കാണ് ഇതുപോലൊരു വീട് ആരെങ്കിലും വെച്ച് തന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ നന്ദികേട് കാണിക്കുമോ? അപ്പൊ ഇല്ല, ഒരിക്കലും കാണിക്കില്ല എന്ന് പറഞ്ഞു. അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ വീട് വെച്ച് തന്നതിന് ശേഷം ആ വീട്ടിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെടുത്ത് പോകും? വെച്ച് തന്നവരെടുത്ത് പോവോ, അതോ നിങ്ങൾ അത് സ്വന്തമായിട്ട് ചെയ്യുമോ? സ്വന്തമായിട്ട് ചെയ്യും. അപ്പൊ ഇതിനെല്ലാം ഞാൻ ചോദിച്ചതിന് വെടിപ്പായിട്ടുള്ള ഉത്തരം തന്നു. പക്ഷെ വീഡിയോയിൽ വരുമ്പോൾ മാത്രം സജിനയ്ക്ക് നിലപാടില്ല. അല്ലാത്ത പക്ഷം വീഡിയോയിൽ വരുമ്പോൾ രേണുസുധിയെ ശരണം. ഈ ഒരു സാധനം എന്ത് മറ്റേ അടുത്ത പരിപാടി രേണുസുധി ചെയ്താലും അതിനെ ന്യായീകരിച്ച് മെഴുകുകയാണ് ഈ അന്ധമായിട്ടുള്ള രേണുസുധിയുടെ കൂട്ടുകാരും ആരാധകരും ചെയ്യുന്നത്. അന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു നോക്കി നോക്ക്.
ഒരു വിവരമുള്ള മനുഷ്യന് ഞാൻ രേണു സുധി സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ കണ്ടിട്ടില്ല. സീരിയസ്ലി പറയും, ഒരു വിവരമുള്ള മനുഷ്യൻ പോലും. കമന്റ് ബോക്സുകളായ കൂടി ചെക്ക് ചെയ്ത് നോക്ക്. വിവരമുള്ള ഒറ്റ മനുഷ്യന്മാര് കമന്റ് ബോക്സുകളിലോ അല്ലെങ്കിൽ ഒരാൾക്കാർ പോലും ഇല്ല. പിന്നെ ഇവരെ വെച്ചിട്ട് മുതലാക്കി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ആയാലും കുറെ ആൾക്കാരിൽ നമ്മുടെ സ്ഥാപനം എത്തും എന്ന് പറഞ്ഞ് കുറെ പേര് വിളിക്കാറുണ്ട്. അല്ലാണ്ട് വിവരമുള്ള ഒരൊറ്റ മനുഷ്യൻ ഇവിടെ ഒന്നും സപ്പോർട്ട് ചെയ്തില്ല. അതാണ് പ്രപഞ്ച സത്യം. ഞാൻ ഇതുവരെ അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോട്ട്. അവരുടെ തന്നെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും. അതെ, നമുക്കൊരു വീടില്ലാത്ത സമയത്ത് അവരുടെ മനസ്സ് കാണിച്ച് ഒരു വീട് വെച്ച് തന്നു. അത് അവരുടെ ഉത്തരവാദിത്വം അല്ല. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളാണ് ചെയ്യേണ്ടത്. കിച്ചുവിന്റെ ഈ ഒരു വിവരവും ബോധവും പോലും രേണുവിനും രേണുവിന്റെ കുടുംബത്തിനും അന്ധമായിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്ന വിവരദോഷികൾക്കും ഇല്ലാണ്ട് പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സീരിയസ്ലി പുച്ഛം മാത്രം. കിച്ചു വളരെ വെടിപ്പായിട്ട് പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കിച്ചു വാ തുറന്നാൽ രേണു സുധി എക്സ്പോസ് ആകും എന്ന്. എന്നാൽ കിച്ചു വാ തുറക്കുന്നില്ല. അതിന് ചില പിൻവലികൾ അവനെയും വലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ വാ തുറക്കാതെ മിണ്ടാതിരിക്കുന്നത്. അവൻ വാ തുറന്നു കഴിഞ്ഞാൽ മൊത്തം തകിടം മറിയും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. എന്നാലും കുത്തേണ്ട സ്ഥലത്ത് അവൻ മാക്സിമം വളച്ചൊടിച്ചാൽ അവൻ കുത്തേണ്ട രീതിയിൽ കുത്തുന്നുണ്ട്. ഇവിടെ ഇന്റൻഷ്യലി നോക്കിക്കഴിഞ്ഞാൽ രേണുവിന് നേരെ എതിരായിട്ട് ഉൾട്ടയടിച്ചുകൊണ്ടാണ് ഇവിടെ കിച്ചു സംസാരിക്കുന്നത്. അതായത് നമ്മളൊക്കെ പലപ്പോഴായിട്ട് പറയുന്ന കാര്യങ്ങൾ. സ്കൂളിന്റെ വരാന്ത കണ്ട ഒരു ക്വാളിറ്റി കിച്ചുവിനുണ്ട്. ആ ഒരു ക്വാളിറ്റിയിലാണ് അവൻ സംസാരിക്കുന്നതിന്. അല്ലാണ്ട് വിവരമില്ലാതെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കുറെ വിവരദോഷികൾ കിടന്ന് കുരയ്ക്കുന്നത് പോലെ അവൻ എന്തായാലും സംസാരിക്കുന്നില്ല. അവൻ പറയുന്ന കാര്യങ്ങളിൽ നല്ല കഴമ്പുണ്ട്. അവനറിയാം വിവരത്തോടെയും ബോധത്തോടെയും ചിന്തിക്കാൻ. ആ സംഘടന ചേർന്ന് വീട് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ആ സംഘടനയെ നാറ്റിക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു പോക്കൃത്തനം രേണു കാണിച്ചതിന് ഒരിക്കലും അവൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി എന്തെങ്കിലും ആ വീട്ടിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മളാണ് ചെയ്യേണ്ടത്. ആ ഒരു സമകാലിക ബോധം അവനുണ്ട്. എന്നാൽ വിവരദോഷികൾക്ക് അതില്ല. അതാണ് സത്യം. അങ്ങനെ വെച്ചുതരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്ന നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നമ്മുടെ ഉള്ള കാര്യമാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം. നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കിച്ചുവിന്റെ കൂട്ടുകാർക്കും അതായത് ഈ പിള്ളേർക്കുള്ള വിവരം പോലും മുതുക്കികളായ നിനക്കൊക്കെ ഒന്നിനും ഇല്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് രേണുവിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഘോര പ്രസംഗിക്കുന്ന സുഹൃത്തുക്കൾക്കടക്കം. ഇത്രയും മുതുക്കികളും മുതുക്കന്മാരുമായിട്ട് നിനക്കൊക്കെ ഒരെണ്ണത്തിനും വിവരങ്ങളില്ല, ബോധങ്ങളില്ല. ആ പയ്യന്മാര് പറയുന്നത് കേട്ടോ. അവിടെ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അല്ലാണ്ട് ഇനി അവർ വച്ച് തന്നവരെ അല്ല കുറ്റം പറയേണ്ടത്. അതും നമ്മൾ പൈസ മുടക്കി വെച്ചതല്ല. ഒരു സംഘടന ചേർന്ന് അവര് സെറ്റ് ചെയ്ത് തന്നതാണ്. അപ്പൊ ഇനി കാലാകാലം അവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. ആ പിള്ളേർക്കുള്ള വിവരം പോലും നിനക്കൊക്കെ ഒന്നിനും ഇല്ലാതെ പോയല്ലോ വിവരദോഷികളെ. അയ്യേ കഷ്ടം. പിള്ളേരെ നിങ്ങൾ പൊളിച്ച് കേട്ടാ, പൊളിച്ച്. സത്യം പറയാലോ, കിച്ചുവിന്റെ കൂട്ടുകാരും പൊളിച്ച്. ഇതാണ് ക്വാളിറ്റി. ഇതാണ് വിവരമുള്ളതിന്റെ ക്വാളിറ്റി. വിവരമില്ലായ്മയുടെ ക്വാളിറ്റിയാണ് അവർ കാണിക്കുന്നത്. നോക്കണം. നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പം കംഫോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്ത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. കേട്ടല്ലോ. അതായത് ഈ കിച്ചുവിനും ഋതപ്പനും വേണ്ടിയിട്ട് വച്ചു കൊടുത്ത ആ വീട്ടിൽ വന്ന് നിൽക്കാൻ പോലും താൻ കംഫർട്ട് അല്ല എന്നാണ് കിച്ചു ഇവിടെ പറയുന്നത്. അതായത് കൊല്ലത്തുള്ള വീട്ടിൽ നിൽക്കാനാണ് അവൻ ഓക്കെ. എന്തുകൊണ്ടാ ചിന്തിക്ക്. ബോധം പൊക്കണമുള്ളവരൊക്കെ എന്ന് ചിന്തിക്ക്. അവൻ ഇവിടെ വന്ന് നിന്നാൽ ഓക്കെ അല്ല. അവനിവിടെ പട്ടിയുടെ വില പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ ആട്ടും തുപ്പും ഇവളുടെയൊക്കെ വായിരിക്കുന്നതും കേട്ട് നിൽക്കേണ്ടി വരും. ഇനി ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇവളൊക്കെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ഈ പിള്ളേരെയും കൂടിയാണ് ബാധിക്കുന്നത്. നാളെ ഇവൻ ആ ഒരു ചോദ്യം ഫേസ് ചെയ്യേണ്ടി വരും. നിന്റെ തള്ള കടന്ന് കാണിക്കുന്ന എന്തോടേ എന്നുള്ള സാധനം ഇവനും ആ കൊച്ചുമൊക്കെ ഫേസ് ചെയ്യേണ്ട ഒരു കാലഘട്ടം വരും. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഫേസ് ചെയ്ത് ചിലപ്പോൾ തുടങ്ങി കാണും. അല്ലെങ്കിൽ തന്നെ രേണുവിനെതിരെയുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ഇവൻ കാണുന്ന തന്നെ. ആ സ്ഥിതിക്ക് നെഗറ്റീവ് പോരട്ടെ ആയാലും എനിക്ക് റീച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന രേണുവിനെ പോലത്തെ ഒരു സ്ത്രീയൊക്കെ നമുക്ക് പരിചയമുണ്ടെന്ന് പറയുന്നത് നാണക്കേടായിട്ടായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്. ആ സ്ഥിതിക്ക് മകനെന്ന ലെവലിൽ നിൽക്കുന്ന കിച്ചുവിന്റെയും ഋതപ്പന്റെയൊക്കെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ആ പിള്ളേരുടെയൊക്കെ ഗതികേട്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിൽക്കാൻ കംഫർട്ടല്ല, അവൻ കൊല്ലത്ത് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കാര്യങ്ങൾ പിടികിട്ടിയ വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടാ പിള്ളേരൊക്കെ ഫേസ് ചെയ്യുന്നത്. നാളെ ഇവളൊക്കെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് എല്ലാം ഫേസ് ചെയ്യേണ്ടത് അതിനെല്ലാം നാറ്റക്കേസ് ഈ പിള്ളേരുടെ തലയിൽ അടക്കം എത്തും. അതൊന്നും വിവരമില്ല. നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, റീച്ച്, പണം, ഇതിനു വേണ്ടിയിട്ട് എന്ത് തോന്നിയാസം കാണിച്ചുകൊണ്ട് നടക്കാന്നുള്ള മൈൻഡിലാണ് ഇതൊക്കെ നടക്കുന്നത്. എന്തായാലും രേണുവിന് നല്ല ഒന്നാം തരം മറുപടിയാണ് ഇവിടെ കിച്ചു കൊടുത്തിട്ടുള്ളത്. രേണുവിന് ഇതിൽ പരം വേറെ മറുപടിയില്ല. അന്തങ്ങളായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ടല്ലോ രേണുവെ ശരണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതിനൊന്നും മറുപടി പറയാനില്ലേ? ഈ സജിനയ്ക്കൊക്കെ എന്ത് കിച്ചു പറഞ്ഞതിന് ഉള്ള ഉത്തരവില്ലേ? അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്ന ഒന്നുമില്ലേ ഉത്തരം? ശ്രീതോയ് പോയാ
കാണാനില്ല. എവിടെ നീയൊക്കെ? അന്തങ്ങളെ എവിടെ? അതുകൊണ്ടാണ് പറഞ്ഞത്, വിവരമുള്ളവർ സംസാരിക്കും, അല്ലാത്തവർ കുരയ്ക്കും. അതാണ് രേണുവിന്റെ അന്തങ്ങൾ കിടന്ന് കാണിക്കുന്നത്. കുരപ്പാണ്, വെറും കൊര എന്ന് പട്ടി കുരയ്ക്കുന്നതിനേക്കാളും കേവലമായിട്ട് കിടന്ന് കുരയ്ക്കുന്നത്. ഇനി സജിന കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് വിളിച്ചതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് സംസാരിക്കാനായിരുന്നു. ആ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്ക്. ഞാൻ ഇപ്പോഴത്തെ എടുത്ത് പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് വെച്ച് കൊടുത്തിട്ട് 1.5 വർഷമേ ആകുന്നുള്ളൂ. അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ആ വീടിന്റെ ആ സിറ്റുവേഷൻ നമുക്കൊന്ന് കാണാം. നമുക്ക് ഇപ്പോഴത്തെ ആ വീടിന്റെ സിറ്റുവേഷൻ ഒന്ന് കാണാം. സജിന കാണിക്കാൻ പോവുകയല്ല, കാണാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സജിനയായിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ച സമയത്ത് സജിന എന്താ പറഞ്ഞത്? നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീട് ആരെങ്കിലും വെച്ച് തന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിന്നെ അവരുമായിട്ടൊരു കുറ്റവും പറഞ്ഞുകൊണ്ട് പോകൂല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് നിലപാടാണ് ഇരിക്കുന്നത്? ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് വിട്ട്. പക്ഷെ ഈ വീഡിയോ കണ്ടപ്പം എനിക്ക് വീണ്ടും പുച്ഛമാണ് തോന്നിയത്. ഇവരെന്താ ഇങ്ങനെ? എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. ഇത് പോരാഞ്ഞിട്ട് ഇനി വേറൊരു വീഡിയോ ക്ലിപ്പിലും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ കാണിക്കുന്നത്? എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് ഒരു എക്സാമ്പിൾ എടുത്ത് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഒരു ഐഫോൺ മേടിച്ചു തന്നെന്ന് വിചാരിക്കുക, ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നെന്ന് വിചാരിക്കുക. നാളെ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമോ അതോ ഷോപ്പിൽ പോയി നന്നാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഷോപ്പിൽ പോയി നന്നാക്കുമോ എന്ന് പറഞ്ഞു. അതല്ലേടാ അതിൻ്റെ ഒരു ക്വാളിറ്റി, അതല്ലേ അതിൻ്റെ ഒരു രീതി. അപ്പൊ നിങ്ങളൊക്കെ എന്തിനാണ് അന്ധമായിട്ട് രേണുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത്? അശ്ശി പുച്ഛം മാത്രം. ഇങ്ങനെ നിലപാടില്ലാതെ മനുഷ്യന്മാർ മാറാൻ പാടില്ല കേട്ടോ. നിങ്ങൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പിറകെ നടക്കുന്നതെന്ന് വലിയ താല്പര്യമില്ല, നെഗറ്റീവാണ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നതെന്ന്. എന്നിട്ട് എന്തിനാണ് ഇതിന്റെയൊക്കെ മാലം പിടിച്ച് നടക്കുന്നത്? ഒരു ചാനൽ വളർത്തിയെടുക്കാനാണോ? റീച്ചിന് വേണ്ടിയിട്ടാണോ? വേറെ കണ്ടന്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണോ? വേറെ കണ്ടന്റ് ഒന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അറിയാവുന്ന കണ്ടന്റുകൾ പഠിക്കുക ചെയ്യുക, ഒരു വിഷയം എടുത്തു വെച്ച് പഠിച്ച് ചെയ്യുക. അല്ലാണ്ട് വന്നിരുന്നിട്ട് രേണുവെ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ രേണു എന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതെല്ലാം ഒരു കണ്ടന്റ് അല്ല, മനസ്സിലായ? നമ്മൾ എല്ലാ കണ്ടന്റുകളും എല്ലാ വിഷയങ്ങളും അഭിപ്രായം പറയുക, നിലപാടുകൾ പറയുക ചെയ്യുക. അല്ലാണ്ട് വന്നിട്ട് രേണു എന്ത് തോന്നിയാസം കാണിച്ചാൽ അതിനെ ന്യായീകരിച്ച് മെഴുകി ഇരുന്ന് വീഡിയോസ് ചെയ്യാൻ ഉളുപ്പില്ല എന്ന് എന്നെ ചോദിക്കേണ്ടി വരും കേട്ടോ. പിന്നെ സംസാരിച്ചതിന്റെ ഒരു മാന്യത വെച്ചിട്ടാണ് ഞാൻ ഒന്നും കൂടുതൽ പറയാത്തത്. വേറെ ഒന്നും കൊണ്ടല്ല. എനിക്കറിയത്തില്ല, നിങ്ങളൊരു പാവം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ നിങ്ങളുടെയൊക്കെ ഗതികേട് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എന്തിനാണ് അന്ധമായിട്ട് ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. സീരിയസ്ലി പുച്ഛം. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ നിലപാട്, ഉള്ളിലുള്ള ആ ഒരു പോയിന്റ് തുറന്നു പറയാനുള്ള ഒരു ധൈര്യമില്ലേ? അതോ രേണുവിന്റെ അന്തമായിട്ട് തന്നെ ഞങ്ങൾ നിൽക്കും, കൊടിയും പിടിച്ച് നിൽക്കും എന്നുള്ള എന്തെങ്കിലും പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ രേണുവിന് എന്തെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? കാലാകാലമായിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്ത ആളാണ്. ഇവിടെ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയണം. അതാണ് മനുഷ്യന്റെ ക്വാളിറ്റി. അല്ലാണ്ട് എന്ത് പോക്കൃത്തനം കണ്ടാലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന് ന്യായീകരിച്ച് മെഴുകുന്നത് ഒരിക്കലും ഒരു മനുഷ്യന്റെ നല്ലൊരു ക്വാളിറ്റി അല്ല. അല്ലെങ്കിൽ തന്നെ അതൊരു യഥാർത്ഥ സുഹൃത്ത് പോലും അല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന സുഹൃത്ത് എന്റെ തെറ്റ് കണ്ടാൽ എന്റെ അടുത്ത് പറയണം. അല്ലെങ്കിൽ അവൻ എന്റെ സുഹൃത്തല്ല. നീ ചേടാന്ന് പറഞ്ഞ് എന്നെ നാശത്തിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ അവൻ എന്റെ സുഹൃത്തല്ല. ഈ സജിനെയൊക്കെ കൂടെ നടക്കുന്നുണ്ടല്ലോ, ഒന്ന് ഉപദേശിച്ചൂടെ കൂട്ടുകാരിയെ? കൊള്ളാം. എന്തൊക്കെ കാണണം? ബാക്കി പറ സജിന, വീടൊക്കെ കാണാം നമുക്ക്. കണ്ടല്ലോ, വീടിന്റെ മേലെ ടെറസം കണ്ടാണ് സജിന കാണിക്കുന്നത്. എൻ്റെ അടുത്ത് സജിന ഇതിനെയൊക്കെ പറ്റിയിട്ട് സംസാരിച്ച സമയത്ത് സജിന പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല, ഞങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഞാൻ സീരിയസ്ലി ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാർക്കും ഒരാൾ ദാനമായിട്ടൊരു വീട് വെച്ച് തന്നു, അത് കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ശരിയാക്കത്തല്ലേ ഉള്ളൂ. പിന്നെ വേറൊരു കേസ്, ഞാൻ സജിനടുത്ത് വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പേഴ്സണൽ അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞ് സൂചിപ്പിച്ചപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും വീഡിയോയിൽ വന്നിട്ട് രേണുവിനെതിരെ സംസാരിക്കാനുള്ള ധൈര്യമില്ല. എല്ലാം വാലാട്ടികളായിട്ട് നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ രേണുവിൻ്റെ വീടിൻ്റെ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് എന്നെ ഒരു ലേഡി കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ വീടിൻ്റെയൊക്കെ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർ വച്ച വീടായിരുന്നു. ആ വച്ച വീട്ടിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ഇഷ്യൂ ആണ്. എത്ര 1 വർഷം കണ്ടാവുന്നതിന് മുന്നേ തന്നെ എത്ര മാസം കണ്ടായപ്പം അതിന്റെ ഒരു പാളി അങ്ങോട്ട് അടർന്നൊക്കെ വീഴുന്നായിരുന്നു. അങ്ങനത്തെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും ചിലപ്പോൾ അതിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാവാറുണ്ട്, അല്ലേ? അത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ അതൊക്കെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇപ്പം ഞാൻ തന്നെ നമ്മുടെ ഇവിടെ റൂം വെച്ചപ്പോൾ തന്നെ എനിക്ക് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അത് വിളിച്ച് ക്ലിയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. എനിക്കാരും ദാനം വെച്ച് തന്നല്ല, ഞാൻ സ്വന്തമായിട്ട് കയ്യിലുള്ള പൈസ ഇടക്കി ചെയ്തതാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളതൊക്കെ എല്ലാം മാറ്റി മറിച്ചൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം എന്തൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും അവിടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാവാറുണ്ട്. ഇതിപ്പം സജിന എന്തോ വലിയ കാര്യമായിട്ട് എടുത്ത് കാണിക്കുകയാണ്.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒക്കെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ആരെങ്കിലും ഒരു വീടോ എന്തെങ്കിലും ദാനമായിട്ട് തന്നതിന് ശേഷം നിങ്ങൾ പിന്നെ അതിലെന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനും അവരെ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കാനും അവരെ ചെളിവാരി അടിക്കാനും നിങ്ങൾ മുന്നോട്ട് ഇറങ്ങുമോ? അല്ലെങ്കിൽ പോട്ട് അതിന്റെ ഒരു കുറ്റമോ കുറവോ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവരുടെ അടുത്ത് തന്നെ നിങ്ങൾ പോവുക? ഫ്രീ ആയിട്ട് തന്നതാണേ, ആ ഒരു ഓർമ്മയെങ്കിലും വേണ്ടേ? അതുപോലും ചെയ്യുന്നില്ല. അപ്പൊ ചോദിക്കും ഫ്രീ ആയിട്ട് തന്നെങ്കിൽ നല്ലത് തന്നൂടെ എന്ന്. നല്ലത് തന്നെയാണ് തന്നത്, കുളം ആക്കിയതാ. തങ്കം ചേട്ടൻ വന്ന് ചുരണ്ടി ഇളക്കിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, എല്ലാം കുളം ആക്കിയതാ. എന്നിട്ട് വന്നിരുന്നു കൊണയടി. സജിനെ പറ. 1.5 വർഷം പഴക്കമുള്ള ഒരു വീടിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടത്. ഇത് ഇമാജിൻ ചെയ്തതോ എയോ ഒന്നുമല്ല, ലൈവ് കറണ്ട് സിറ്റുവേഷനാണത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു 10, 25, 26 വർഷം 10, 30 വർഷം കഴിഞ്ഞാൽ പോലും ഒരു പക്ഷേ ഇതേപോലെ വീട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതേപോലെ ഇത് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ല സജിനെ. നിങ്ങളുടെയൊക്കെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം പോലെയാണ്. വീട്ടിൽ കുറച്ച് പെയിന്റ് ഇളകിയപ്പം അത് വച്ചു തന്നവരെ കുറ്റമായി, ചാറ്റൽ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വീട് ലീക്കെന്ന് പറയുന്നു. ഇതിനൊക്കെ എങ്ങനെ നിനക്കൊക്കെ ന്യായീകരിക്കാൻ തോന്നുന്നു? സജിനെ അടുത്ത് ഞാൻ സംസാരിച്ചാണ് ഈ കേസ്. സജിന എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞാണ്, നിങ്ങൾക്കാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ നിങ്ങൾ അവരെയും പിന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് പോകാൻ നിൽക്കത്തില്ല, ആരെങ്കിലും ദാനം ചെയ്തേനെ. എന്നിട്ട് നിങ്ങൾക്കൊന്നും ഒരു നിലപാടില്ലാതെയാണ് വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്ത് നിലപാടിരിക്കുന്നത്? മനുഷ്യനായ കുറച്ച് ക്വാളിറ്റി കാണിക്കണ്ടേ? ഒരു ക്വാളിറ്റി ഇല്ലാതെയാണ് ഇതൊക്കെ ഇങ്ങനെ തുപ്പുന്നത്. സത്യം പറയാലോ, പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊന്നും സംസാരിക്കാൻ നിൽക്കല്ലേ കേട്ടോ. ഇത് വളരെ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ നിലപാടൊന്ന്, പക്ഷെ ഒരു വ്യക്തിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും അത് വേറൊരു സൈഡിൽ കൂടി. പൊന്നളിയ പുച്ഛം മാത്രമാണ് തോന്നുന്നത്. ഇനി നമ്മുടെ ബിഗ് ബോസ് താരം ശാരിക ഇതിനൊക്കെ വീട്ടിൽ ഒരു പണിയും ഇല്ലാണ്ട് പോകുന്നതിന് കൊണകൊണാന്ന് അടിക്കും. കേട്ടോ നോക്കാം. സാധാരണക്കാരനായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ എന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നില്ല. ഇവിടെ ഓക്കെ, ഇതൊരു 10 വർഷമായ വീടാണെന്ന് പറഞ്ഞാൽ അന്തസ് വേണ്ട. മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. 1.5 വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത്. അകം പോട്ടെ, അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളൊരാൾക്ക് ശരിയാണ്, അവര് അതുല്യ കലാകാരനായ സുധിച്ചേട്ടന്റെ വൈഫാണ്. പിന്നെ അവര് അന്തസ്സായിട്ട് പണി, അവരൊരു കലാകാരിയാണ്. ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത്. അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ച സുമനസ്സുകൾക്ക് നന്ദി, ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവരെ അടിമയല്ല, അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല, അവരെ ആരും മറ്റേ ഓരോരുത്തരും ബാർട്ടർ സിസ്റ്റം പോലെ ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരത്തിൽ സാധനങ്ങൾ ഇവിടെ കമത്തുന്നില്ല. അവരങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക, അതായത് 22-ാം തീയതി അല്ലെങ്കിൽ ഏതോ ഒരു ആഴ്ച 2 ആഴ്ചയോളം ശാരിക, നിനക്ക് നാണമുണ്ടാ? ആ വീട്ടിന്റെ അകത്ത് കയറി ഇരുന്ന് ആ വീടിനെ കുറ്റം പറയാനായിട്ട് അതിന്റെ അകത്തിരുന്ന് ഇന്റർവ്യൂ ഉണക്കുന്നത്. ഇനി എല്ലാം പറയുമ്പോൾ ഒരു പുച്ഛവും പരിഹാസത്തോടുള്ള രേണുവിന്റെ ചിരി. രേണു, നിനക്ക് ആ വീട്ടിൽ എന്തെങ്കിലും അധികാരം ഉണ്ടാ? നിനക്ക് ഇറങ്ങി പൊക്കൂടെ? നിനക്ക് എന്തെങ്കിലും അധികാരം ആ വീട്ടിലുണ്ടോ? നിനക്കാണ് ആ വീട് വെച്ചെന്ന് കിച്ചുവിന് ഉദപ്പനും. കിച്ചുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കിച്ചുവിന് ഒരു പ്രശ്നമില്ല. പിന്നെ നിനക്ക് എന്താണ് ഇത്ര? നിനക്ക് പറ്റുന്നില്ലേ നീ ഇറങ്ങി പോണം. അതിന്റെ അകത്ത് ഇരുന്ന് തിന്നും കുടിച്ചും എല്ലാം ചെയ്തിട്ട് ആ വീട്ടിനെ തന്നെ ഇരുന്ന് കുറ്റം പറയുന്നത്. നീ നിന്റെ തന്തയും തള്ളയും എല്ലാം അതിൻ്റെ അകത്തല്ലേ കിടക്കുന്ന. ഇത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങി നീയൊക്കെ നേരത്തെ കിടന്ന എവിടെ കിടന്നല്ലോ അവിടെ പോയി കിടക്കണം. വീണ്ടും അവിടത്തെ വന്നിരുന്ന് കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. ആ കിച്ചുവിന് കുഴപ്പമില്ല. കിച്ചു പറയുന്നത് എന്താ? അതാണ് വിവരമുള്ളവൻ പറയുന്നത്. അവൻ എന്താ പറയുന്നത്? അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്കിലും അവർ ചെയ്തു തന്നില്ലേ, നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഫിറോസിക്കായിട്ട് അവൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അതാണ് മക്കളെ ഉള്ള ഒരു ക്വാളിറ്റി കാണിക്കുന്നത്. പക്ഷെ വിവരം ബോധം പൊക്കണമില്ലാതെ നീ നിന്റെ സുഹൃത്തുക്കൾ ഇരുന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ എന്നേ ഞാൻ പറയത്തുള്ളൂ. നിനക്ക് പറ്റൂലെങ്കിൽ ഇറങ്ങി പോണം. നീ ബംഗ്ലാവ് വെക്ക്, അല്ലെങ്കിൽ പറ്റത്തില്ലെങ്കിൽ സജിനയും ശ്രീതുവും ശാരികയും എല്ലാരും കൂടി ഒരു വീട് വെച്ച് അങ്ങ് കൊടുക്ക്. കൂട്ടുകാരിക്ക് ഒരു 10 മറ്റേ നിലയുടെ ഫ്ലാറ്റ് അങ്ങോട്ട് വെച്ചു കൊടുക്ക്. മൊത്തം ഓടിക്കയറി താമസിക്കിട്ട്. നിനക്കൊക്കെ ഇരുന്ന് കൊണയടിക്കാൻ പറ്റുന്നുണ്ടല്ലോ. നിനക്കൊക്കെ ഒരു ഷീറ്റിട്ട് ഒരു റൂം വെച്ച് കൊടുക്കാൻ പറ്റുമോ? ശാരികയ്ക്ക് സജിനയ്ക്ക് പറ്റത്തില്ല. ചെയ്യോ? ഇല്ല. അവര് ചെയ്തില്ലേ? അപ്പൊ പറയാം അവർ റീച്ചിന് വേണ്ടിയാണ് ചെയ്തത്. അപ്പൊ റീച്ചിന് വേണ്ടിയല്ലേ നീയൊക്കെ കയറിയുന്നു ഇപ്പൊ കൊണയടിക്കുന്നത്? അവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ബിഷപ്പ് എന്ത് തെറ്റ് ചെയ്ത്? ബിഷപ്പ് റീച്ചിന് വേണ്ടി ഇനി തന്ന ഭൂമിയിൽ മറ്റേ എന്തോ മണ്ണില്ലെന്നാ, അല്ലെങ്കിൽ അവിടെ പുല്ല് ഉളയ്ക്കൂലെന്നാ? അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വസ്തുവാണ് തന്നത്, സ്വന്തം വസ്തു എഴുതന്ന്. എന്നിട്ട് നിനക്കൊക്കെ അത് പറ്റുന്നില്ല. പിന്നെ നിനക്കൊക്കെ അധികാരമില്ല. അത് അധികാരമുള്ളത് കിച്ചുവിനും ഉദപ്പനുമാണ്. പിന്നെ അവിടെ വലിഞ്ഞേറി കിടക്കുന്നു. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് എല്ലാവരും താമസിച്ചു പോട്ടെ. പക്ഷെ അങ്ങനെ അല്ല. നിനക്കൊക്കെ ഇത്ര കുറ്റമാണ് ആ വീട്ടിനെങ്കിൽ ഇറങ്ങിപ്പോണം. വീണ്ടും അവിടെ കിടക്കേണ്ട ഒരു കാര്യമില്ല. അത്ര ഞാൻ പറയും. നാണവും മാനവും ഇല്ലാതെ വീണ്ടും അതിൻ്റെ അകത്ത് കയറി കിടന്നുകൊണ്ട് ആ വീട്ടിൽ കയറി ഇന്റർവ്യൂ എടുത്ത് ആ വീടിനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ നിനക്ക് ഉളുപ്പില്ലേ? എന്നാലും കിച്ചു കലക്കിയടാ, എനിക്കിഷ്ടപ്പെട്ട്.
അവൻ പറയുന്നതാണ് പോയിന്റുകൾ. രേണുവിന് കിച്ചു പറഞ്ഞതിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? രേണുവിന് വാ തുറന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അണ്ണാക്കി പിരിവെട്ടിയിരിക്കല്ലേ. ഇനി സജിന പറയുന്ന കുറച്ച് പോയിന്റ് ഉണ്ട് കേട്ടോക്കെ. ഞാനൊരു നെഗറ്റീവ്, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കത്തി നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനൊരു നെഗറ്റീവ് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരണമെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്തുമായിരിക്കും? സ്വയം ചിന്തിച്ചുകൂടെ? നിങ്ങളൊക്കെ ആ ട്രാപ്പിൽ വീഴുമെന്നുള്ള കാര്യം 100%, 150% രേണുസുധിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കളിക്കുന്ന ബുദ്ധിയല്ല രേണുസുധി കളിക്കുന്ന ബുദ്ധിയെന്ന്. എടാ, നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു ഇത്ര ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ വന്നിട്ട് ഞാൻ വെള്ളം അടിക്കും, ഞാനന്ന് ബെഹ്റിൽ പോയത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്, എനിക്ക് വേണ്ടുന്നത് റൂമിനകത്ത് കൊണ്ടുവരും, ഞാൻ വെള്ളം അടിക്കും, അത് വെള്ളം അടിച്ചിട്ട് പ്രൊമോഷൻ ചെയ്യത്തില്ല, അതിനകത്ത് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വയം ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? കാരണം രേണുസുധിക്ക് ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് രേണുസുധിയെ വളർത്തിയത്, അതിൽ യാതൊരുവിധ സംശയമില്ല. ഇപ്പോൾ അവൾക്ക് ഡൗൺ ആവാൻ മനസ്സില്ല. അവൾക്ക് സോഷ്യൽ മീഡിയയിൽ കത്തി തന്നെ നിൽക്കണം. അവൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് ഡിം ആകുമ്പോഴത്തേക്ക് ഒരേ കണ്ടന്റ് എടുത്തങ്ങ് ഇട്ട് തരും, ഓരോ വിഷയങ്ങൾ എടുത്തങ്ങ് ഇട്ട് തരും. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് തന്നെ എന്തുമാത്രം പിന്നെ കമന്റ്സ് ആണ് വന്നതെന്നുള്ളത് കേട്ടല്ലോ. കൂടെ നിൽക്കുന്ന സുഹൃത്ത് പറയുന്നതാണ്, മാനം വിറ്റ് ജീവിച്ചാൽ അന്തസ്സുണ്ടെന്ന് ഞാൻ പറയാം. പക്ഷെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കരുത്, നാട്ടുകാരെ മൂഞ്ചിച്ച് ഇങ്ങനെ ജീവിക്കരുത്. കേട്ടാ എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നുന്നു. ഇത് അത്രയ്ക്ക് എനിക്ക് കൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണ് രേണു ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്യുന്നതെന്ന് കൂടെ നിൽക്കുന്ന സുഹൃത്ത് തന്നെ പറയുന്നുണ്ട്. കള്ളുകുടിയുടെ കേസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റീച്ചിന് വേണ്ടിയിട്ട് ആ വീട് വെച്ച് കൊടുത്തവരെയും വസ്തു കൊടുത്തവരെയും മതിൽ വെച്ച് കൊടുത്തവരെ എല്ലാവരെയും കുറ്റം പറഞ്ഞു. എല്ലാം റീച്ചിന് വേണ്ടിയിട്ടാണ്. നെഗറ്റീവായാലും പബ്ലിസിറ്റി, റീച്ച് എന്ന് പറയുന്ന ഒരൊറ്റ സാധനത്തിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ. അല്ലാതെ ഇതിന്റെ അപ്പുറം എനിക്ക് ഒരു തേങ്ങയും പറയാനില്ല, ഉള്ള കാര്യം പറയാനില്ല. വളരെയധികം പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്, വളരെയധികം പുച്ഛം. ഇങ്ങനെ തരം താഴരുത് മനുഷ്യന്മാർ. അത്രയ്ക്ക് ലോ ലെവലിൽ ഇറങ്ങി നിൽക്കുകയാണ് രേണുസുധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര പുച്ഛവും മാത്രമാണ് എനിക്ക്. സീരിയസ്ലി ഇങ്ങനെ മനുഷ്യന്മാരാകരുത്. സജിനെ, ഉളുപ്പില്ലേ? കൂട്ടുകാരി ചെയ്യുന്ന എല്ലാ പോക്കർത്തനത്തിനും കൂട്ടുനിന്ന് എല്ലാത്തിനെയും ന്യായീകരിച്ച് വളച്ചൊടിച്ച് സംസാരിക്കാൻ ഉളുപ്പില്ലേ? രേണുസുധിയെ കണ്ടന്റ് ആക്കിയ റീച്ച് എന്ന് സജിന പറയുന്നുണ്ട്. എന്നിട്ട് സജിനയ്ക്ക് ഉണ്ടോ റീച്ച്? ഇല്ല. എന്തുകൊണ്ട്? രേണുസുധിയെ ശരണമെന്ന് വാഴ്ത്തി പാടുന്നുണ്ട്. രേണുസുധിയെ എക്സ്പോസ് ചെയ്യുന്നവർക്ക് റീച്ച് ഉണ്ട്. എന്തുകൊണ്ട്? അവളുടെ ഉഡായ്പുകളെ വലിച്ചുകീറി ഒട്ടിക്കുന്നത് കാണാൻ നാട്ടുകാർ ആഗ്രഹിക്കുന്നു. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി വിവിയുടെ ചാനലില് ഫിറോസ് ഭായ് സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട്. കിച്ചു പറഞ്ഞ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കിച്ചുവിന്റെ ആ ഒരു ലൈവുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് കേട്ടു നോക്കാം. ഇത് കിച്ചു ഒരു 2 days മുന്നേ യൂട്യൂബിൽ ഇട്ടിട്ടൊരു വീഡിയോ ആയിരുന്നു. കിച്ചു തന്നെയാണ് എനിക്കിതിൻ്റെ ലിങ്ക് അയച്ചു തന്നതും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ രേണുസുധിയും അതേപോലെ തന്നെ അവരുടെ അച്ഛൻ തങ്കച്ചനൊക്കെ നിരന്തരമായിട്ട് നമുക്കെതിരെ പല സമയങ്ങളിലും വീട് ഇങ്ങനെ അത് ഇത് മറ്റേന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഉന്നയിക്കുമ്പോഴും ഓരോ സമയത്ത് ഓരോ അലിഗേഷൻസ് വരുന്ന സമയത്തും ഞാൻ കിച്ചുവിനെ കോൺടാക്ട് ചെയ്യാറുണ്ട്. കിച്ചു, നിനക്ക് വീടിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സോ എന്തെങ്കിലും പറയാനുണ്ടോ? കിച്ചു പറയില്ലേക്കാ, ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് ആ വീട് വളരെ ഹാപ്പിയാണെന്ന് പറയും. അപ്പം ഞാൻ കിച്ചുവിനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞു, കിച്ചു ഇത് വന്നിട്ട് നീ പബ്ലിക്കിൻ്റെ മുന്നിലൊന്ന് പറ. പബ്ലിക്കിൻ്റെ മുന്നിൽ ഞങ്ങളെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ തങ്കച്ചനും അതേപോലെ തന്നെ രേണുവും കൂടെ. നീ എപ്പോഴെങ്കിലും ഇത് പബ്ലിക്കിൻ്റെ മുന്നിലിട്ട് പറ. ഞങ്ങൾക്ക് എനിക്ക് കിട്ടിയ വീടിന്, അല്ലെങ്കിൽ എനിക്കും എൻ്റെ അനിയനും കിട്ടിയ വീടിന് ഞാൻ വളരെ സന്തുഷ്ടനാണ്, അല്ലെങ്കിൽ അതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ നീ എണ്ണി പറയാം. നീയാണ് അതിന് ഏറ്റവും പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാനുള്ള ഏറ്റവും എന്താ പറയുക അർഹത ഉള്ള ഒരാൾ. കാരണം വെച്ചാൽ നിനക്കും നിൻ്റെ അനിയനാണ് ഞങ്ങൾ ഈ വീട് തന്നിരിക്കുന്നത്. നിനക്ക് എന്ന് ആ വീടിനകത്ത് നിനക്ക് എന്ന് അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് നിനക്ക് വേണമെന്ന് തോന്നുന്നു, നീ എന്നെ വിളിച്ചോ, ഞാനത് ചെയ്തു തരും. എൻ്റെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ ആരില്ലെങ്കിൽ പോലും ഞാനത് ചെയ്തു തരും. കാരണം വെച്ചാൽ മുന്നേ എൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ വരെയുള്ളത് മാത്രമായിരുന്നു. ബാക്കിയെല്ലാം ഓരോ ആൾക്കാർ വന്നിട്ടും അത് കംപ്ലീറ്റ് ചെയ്ത് പോകുമായിരുന്നു, പാർട്ടായിട്ട്. അപ്പം എൻ്റെത് സ്ട്രക്ചർ വരായിരുന്നു, പക്ഷെ എൻ്റെ ഓൾ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലായി. അതിൻ്റെ നല്ല സൽപ്പേരാണെങ്കിലും ചീത്തപ്പേരാണെങ്കിലും എൻ്റെ തലയിൽ തന്നെയാണ് വന്നുപോയത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പോയിട്ടുമില്ല. എന്താ വെച്ചാൽ ആൾക്കാർ ഒന്നും അറിയാതെ കുറേ ആൾക്കാർ ബ്ലെയിം ചെയ്യാൻ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പം നമ്മൾ ഇതിനെല്ലാവർക്കും മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്താണ്. പക്ഷേ റീസെൻ്റ്ലി 2 days ബിഫോറാണ് കിച്ചു എനിക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചത്. എനിക്ക് ഭയങ്കര ഹാപ്പി. എന്ന് വെച്ചാൽ
കിച്ചുവാണ് അതിന്റെ യഥാർത്ഥ അവകാശി. അവിടെ ഇതിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിരുന്ന ശാരികയോ അല്ലെങ്കിൽ മറ്റു തങ്കച്ചനോ അല്ലെങ്കിൽ അവരൊന്നും അല്ല അവകാശി. കിച്ചുവിന്റെ അനിയനാണ്. അവർ രണ്ടുപേരുമാണ് അവിടെ താമസിക്കേണ്ടതും. അവിടെ മറ്റുള്ള ആൾക്കാർ കംപ്ലീറ്റ് വലിഞ്ഞു കയറി വന്നിട്ട് കുറെ എണ്ണം അവിടെ കിടന്ന് താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ വീടിനെ കുറിച്ച് ഇത്രയും മോശം പറയാൻ എന്ത് അവകാശമാണുള്ളത്? അവർക്ക് ആർക്കും അങ്ങനെയാണോ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തുള്ളത്? അതുകൊണ്ട് തന്നെ കിച്ചുവിനോട് ഞാൻ അന്നും ഇന്നും ഞാൻ പറയുന്നുണ്ട്, കിച്ചു നീ എന്ന് അവിടെ താമസിക്കുന്നോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നം ആ വീട്ടിലുണ്ടോ? നീ എന്നെ വിളിച്ചോ. എൻ്റെ ഒരു ബ്രദറിനെ പോലെ നിന്റെ ഒരു ബ്രദറിനെ പോലെ നീ എന്നെ കണ്ട് എന്നെ വിളിച്ചോ. നിനക്ക് വന്നിട്ട് ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു തരും. അത് ഇന്നും ഞാൻ ആ വാക്ക് കിച്ചുവിന് കൊടുക്കുന്നുണ്ട്. കിച്ചും അവൻ്റെ അനിയനും എന്നവിടെ താമസമാകുന്നു. ഈ വലിഞ്ഞു കയറി വന്നുള്ള ആൾക്കാർ കംപ്ലീറ്റ് അവിടെ നിന്ന് എന്നിറങ്ങി പോകുന്നുള്ളൂ. അന്ന് നമ്മളവിടെ പോയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തുതരും. അവിടുത്തെ ആ വീട് എന്ന് പറഞ്ഞാൽ മഹാ അലമ്പാക്കിയിട്ടിരിക്കും. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ശാരികയും മറ്റുള്ളവരും പറയും, ഈ ശാരികയൊക്കെ പോയിട്ട് അവിടുത്തെ വീടിൻ്റെ ആ ടോയ്ലറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യട്ടെ. എന്ത് വൃത്തികെട്ട രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. വളരെ മോശമായ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തത്. അവർക്ക് അറിയില്ല ഒരു വീട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് അറിയില്ല. എന്നിട്ടും അവർ എന്താ പറയുക, വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് എന്നെ എന്തൊക്കെയാ സ്ത്രീ വിളിച്ചെന്ന് പറയോ. ആ സ്ത്രീ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ആ സ്ത്രീയും ഞാനും തമ്മിൽ കുറേ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഡിസ്കഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ വീടിന്റെ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ദൈവവും അതിനേക്കാളും അപ്പുറം ഈ ലോകത്ത് ദൈവത്തിന്റെ മേലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിലൊക്കെയാണ് എന്നെ അവർ വിളിച്ചിരുന്നതും ബഹുമാനിച്ചിരുന്നതും സംസാരിച്ചിരുന്നതൊക്കെ. ആ നാവ് കൊണ്ട് തന്നെ വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ സ്ത്രീ എന്നെ ഉപമിച്ചിരുന്നതൊക്കെ. ഞാനതിന് മറുപടി പറയാനോ ഒന്നിനും പോയിട്ടില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ലെവലിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അവർ ഒരു ലെവലുണ്ട്, നമുക്കൊരു ലെവലുണ്ട്. എനിവേ, കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. കിച്ചു തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ അവകാശി. കിച്ചു എന്നാണ് അവിടെ താമസിക്കാൻ പോകുന്നത് അന്ന് ഞങ്ങൾ അതിൻ്റെ ആ വീടിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ഞാൻ പേഴ്സണലി ഞാൻ ചെയ്തു കൊടുക്കും. അതിനകത്ത് ഒരു സംശയമില്ല. കേട്ടല്ലോ ഫിറോസ് ഭായി ലാസ്റ്റ് പറഞ്ഞത്. കിച്ചു എന്ന് അവിടെ താമസം തുടങ്ങുന്നു അന്ന് ആ വീടിന്റെ മെയിൻ്റെനൻസ് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അവരൊരു സഹായം ചെയ്ത് കാലാകാലം ആ വീടിന് വരുന്ന മെയിൻ്റെനൻസ് ഇവർ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അതും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അവിടെ വലിഞ്ഞു കയറി കിടക്കുന്ന എല്ലാം ഇറങ്ങി പോകണം. ഉളുപ്പ് നാണോ മാനോ ഇല്ലാതെ കുറെ എണ്ണ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് വലിഞ്ഞു കയറി. എന്നിട്ട് അവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ചുക്കാൻ പിടിക്കും വേറെ കുറെ സാധനങ്ങൾ. ഇതെല്ലാം കൂടി അവിടെ നിന്ന് വലിഞ്ഞിറങ്ങി എന്ന് പോന്നു അന്ന് ആ വീട് ശരിയാക്കി കൊടുക്കുമെന്നാണ് ഫിറോസ് ഭായി പറയുന്നത്. നിങ്ങൾ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. പിന്നെ വേറെ ഒന്നും വേണ്ട. കിച്ചു തന്നെ പറയുന്നുണ്ട്. കിച്ചു കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കേട്ടല്ലോ. ഇനി രേണുവിന് ഇതിന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കാണ്ടെങ്കിൽ അത്രയ്ക്ക് ചങ്കുറ്റുണ്ടെങ്കിൽ കിച്ചു പറഞ്ഞതിന് നീ എക്സ്പ്ലനേഷൻ കൊടു. പിന്നെ സജിനെ ഞാൻ വെല്ലുവിളിക്കുന്നു, കിച്ചു പറഞ്ഞതിന് നീ മറുപടി കൊടു. അതുപോലെ ഞാൻ പറഞ്ഞത് കള്ളമാണ്, നിന്നെക്കുറിച്ച് നീ എൻ്റെ അടുത്ത് ഫോണിൽ സംസാരിച്ച് ഞാൻ പറഞ്ഞ കള്ളമാണെങ്കിൽ നീ അതും വന്ന് വീഡിയോ ചെയ്യും കേട്ടോ. ബാക്കി ഞാൻ പിന്നെ നോക്കിക്കോളാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കണ്ടേ. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.